എന്നെ കൊണ്ട് പറ്റില്ല. പരിഭ്രമത്തോടെ ആ പുതിയ വിദ്യാർത്ഥി പറഞ്ഞു. എഡ്വിൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഋഷി പ്രതീക്ഷിച്ചില്ല. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 മാർക്ക് നേടിയ പ്രൊഫസറെ അംഗീകരിക്കാൻ അവന്റെ മനസ്സ് ഒട്ടും തയ്യാറല്ലായിരുന്നു. പേടിക്കണ്ട ഋഷി, ഞാൻ തോക്കില്ല, എഡ്വിൻ ഉറപ്പോടെ പറഞ്ഞു. എഡ്വിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം അവന് ധൈര്യമേകി. ഋഷി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ചേതനെ ഒട്ടും വകവയ്ക്കാതെ അവൻ തന്റെ കൈകൾ ചുഴറ്റി മുഷ്ടിതന്ത്രം ചെയ്യാൻ ആരംഭിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന ചേതൻ ഒന്നും മനസ്സിലാവാതെ കുഴങ്ങിപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചേതൻ ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. സിനിമയിൽ മാത്രമാണ് അവൻ ഇത്തരം രംഗങ്ങൾ കണ്ടിട്ടുള്ളത്. പെട്ടല്ലോ ദൈവമേ, അലക്സിനെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ അവനോടെങ്കിലും ചോദിക്കായിരുന്നു. ഇതിപ്പോ ആരുമില്ല ഇവിടെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഞൊടിയിടയിൽ അവന്റെ കണ്ണുകൾ താനെ അടഞ്ഞു. തനിക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതായി അവൻ അനുഭവപ്പെട്ടു. അകക്കണ്ണിൽ അവന്റെ ലൈബ്രറി തുറക്കപ്പെട്ടു. ഏതോ ഒരു ദിവ്യ വെളിച്ചം മനസ്സിന്റെ പാതയിലൂടെ കടന്നു പോകുന്നതായി അവന് തോന്നി. ഞെട്ടലോടെ അവൻ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ ചിന്താ തരംഗങ്ങൾ പലതും കാണിച്ചു. മുന്നിലെങ്ങും സ്വർണവർണ്ണം നിറഞ്ഞപ്പോൾ അതിനിടയിലൂടെ ഡെസ്റ്റിനി പുസ്തകം പ്രത്യക്ഷപ്പെട്ടു. എന്റെ മനസ്സിൽ ഇതെല്ലാം തെളിയുന്നത് എങ്ങനെയാണ്? ഈ പുസ്തകത്തെപ്പറ്റി ഞാൻ ആലോചിച്ചതേ ഇല്ലല്ലോ. അവൻ ചിന്തിച്ചിരിക്കെ പുസ്തകത്തിന്റെ താളുകൾ തുറന്നു വന്നു. അതിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ട് അവൻ പകച്ചുപോയി. ഋഷി. ഞെട്ടലോടെ അവൻ ആ അക്ഷരങ്ങളിലേക്ക് നോക്കി. തൊട്ടു താഴെയായി ബാക്കി അക്ഷരങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. മാന്ത്രിക മഠം കുടുംബത്തിലെ ഇളയ സന്താനം. ലെവൽ 1 ഫൈറ്റർ. സ്ട്രെങ്സ് 1. ശരീരം വില്ലുപോലെ വളയ്ക്കാൻ കഴിവുള്ളവൻ. 2. പരുന്തിന്റെ ശക്തി ആവാഹിച്ച് ഉയരത്തിൽ നിന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മിടുക്കൻ. വീക്ക്നെസ് 12. 1. കാലുകൾക്ക് കൂടുതൽ ബലം കൊടുക്കുന്നത് മുതൽ 2, 3, 4 എന്നിങ്ങനെ ഓരോന്നും എടുത്തു പറഞ്ഞ് ഒടുവിൽ 12 ഇടതുകൈയുടെ ശക്തി തിരിച്ചറിയാതെ സ്വാധീനം വലത്തിനാണെന്ന് കരുതി തെറ്റായ പരിശീലനം എന്നിങ്ങനെ ഋഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ കുറിപ്പുകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് വായിച്ചതോടെ ചേതന് തല കറങ്ങുന്നത് പോലെ തോന്നി. ഇതെനിക്ക്